ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പാകെ ഈ സമയത്തായിരിക്കുവാൻ വലിയവനായ കർത്താവ് എന്നെ സഹായിച്ച കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രസംഗ വിഷയം എന്ന് പറയുന്നത് വിശ്വാസം എന്നതാണ്. ഞാൻ നിങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ആഴത്തിലും വളരെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഈ ഒരു പ്രസംഗത്തിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ പ്രസംഗ വിഷയത്തിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ വിഷയം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിനെ സംബന്ധിച്ച് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് വിശ്വാസം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ, എത്രമാത്രം നാം ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ടോ, ഇത്യാദി വിഷയങ്ങളെയാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിശ്വാസം എന്ന് പറയുന്ന വിഷയം നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഞങ്ങൾ ഇന്നത്തെ വിഷയം ചിന്തിക്കുവാനായിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം. സകല മാനവും മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിന് നാം ചോദിക്കുമ്പോൾ ദയതോന്നി ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസം എന്ന് പറയുന്ന വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. എന്താണ് വിശ്വാസം? വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനത്തിൽ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുമ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ ബൈബിൾ വിശ്വാസത്തെക്കുറിച്ച് നിർവചിക്കുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നതാണ്. വാസ്തവത്തിൽ ലോകപ്രകാരവും നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇത് അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ നിന്ന് മറ്റൊന്നല്ല, പകരം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി നാം പ്രവർത്തിക്കുമ്പോൾ നാം എന്താണോ മനസ്സിൽ കാണുന്നത്, എന്താണോ മനസ്സിൽ ചിന്തിച്ചത്, ആ വിഷയത്തെ നമുക്ക് വ്യക്തമായി നമ്മുടെ കൺമുമ്പിൽ നമുക്ക് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരുന്നത്, അതിൻ്റെ അർത്ഥപൂർണ്ണതയിലേക്ക് വരുന്നത്, അതാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി നാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് വിശ്വാസം? ബൈബിൾ സംബന്ധമായി വിശ്വാസം നമുക്ക് എന്താണ്, അല്ലെങ്കിൽ എന്ത് അവകാശപ്പെടുവാൻ കൊണ്ട് സാധിക്കും? നമ്മെ എന്ത് രൂപം അല്ലെങ്കിൽ നമ്മെ തന്നെ എന്തു മാറ്റമാണ് വിശ്വാസത്തിന് വരുത്തുവാൻ കൊണ്ട് സാധിക്കുന്നത്? അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മാനസികമായി നമുക്ക് എന്ത് ഗുണമാണ് വിശ്വാസം നൽകിത്തരുന്നത്? ഈ വിഷയമാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 4 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 4 വിഷയമാണ് ഈ കാര്യത്തിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായുള്ള കാര്യമാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യമായി ചിന്തിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം മറന്നു പോകരുത്. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നൽകിത്തരുന്നത്? അല്ലെങ്കിൽ ഓരോ മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭ്യമായി തീരുന്നതെന്ന് കാണുവാൻ ഗുണം സാധിക്കും. ഒന്നാമതായിട്ട് വിശ്വാസം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് കാണുവാൻ സാധിക്കും.
ഏതൊരു വിജയത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ എല്ലാവിധമായ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ വിജയത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണോ നാം വിജയം ഉണ്ടാകുന്നത് അവിടെ അതിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് വിശ്വാസമാണെന്ന് കാണുവാൻ കൊണ്ടും സാധിക്കും. ബൈബിൾ പരമായിട്ടും ലോകപരമായിട്ടും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വിജയം എന്ന് പറയുന്നത് നമുക്ക് നേടിത്തരുവാൻ കൊണ്ട് സാധിക്കൂ. അതുകൊണ്ട് ബൈബിൾ കാര്യങ്ങൾ മാത്രമല്ല, ലോകത്തിലെ സർവമാനമായ വിഷയങ്ങളെടുത്ത് പഠിച്ചു നോക്കുമ്പോൾ, ലോകത്തിലെ ഏതൊരു വ്യക്തിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, അപ്പോൾ എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമെന്ന് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ വിശ്വാസമുണ്ടെങ്കിലേ വിജയം ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കാര്യം ഞാൻ പറയുകയാണ്. വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിജയിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ എല്ലാം അടിസ്ഥാനമായി പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വിശ്വസിക്കുന്ന ഒരുവന് മാത്രമേ വിജയം നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. നാം മനസ്സിലാക്കണം, വിശ്വാസമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലെ വിശ്വാസിയായാലും ലോകപ്രകാരം ജീവിക്കുന്നതിനായാലും എന്നെ കേൾക്കുന്ന ഒരു അവിശ്വാസി അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ പോലും നിങ്ങളെ ആരായാലും നിങ്ങൾക്ക് ലോകത്തിലോ അല്ലാതെയോ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എന്ത് കാര്യത്തിലാണ് നാം നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ വിശ്വാസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ടെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസം വിജയത്തിന് ആധാരമായിരിക്കുന്നത്? അപ്പോൾ നാം അല്ലെങ്കിൽ ഒരു പഠനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലായിക്കോട്ടെ ഏത് വിഷയത്തിലായാലും വിജയിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഒരു നിസ്സാരപ്പെട്ട കാര്യം, നിങ്ങളൊരു അല്ലെങ്കിൽ ഒരു പുതിയ തരം ഡിഷ് ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ എല്ലാവർക്കും രുചികരമായൊരു ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്രകാരം ആ ഭക്ഷണം തയ്യാറാക്കുന്നതിന് വിജയകരമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? അത് വിജയിക്കണമെന്ന് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തീരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കതിന് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അതേപോലെ ഒരു നല്ലൊരു ജോലി നിങ്ങൾക്ക് സാധ്യമായി തീരണമെങ്കിൽ, നിങ്ങളുടെ ഒരു കോഴ്സ് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ അതിനെ പരിപൂർണമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കി നൽകുകയുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പൈതലേ, നിങ്ങളുടെ വിജയത്തിന് പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് വിശ്വാസമെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വസിക്കുക, അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. കാണാത്ത കാര്യങ്ങളെ നിശ്ചയം, അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. അത് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് അതിന് വിജയം സുനിശ്ചിതമായി തീരുകയുള്ളൂ. അപ്പോൾ എല്ലാ വിജയത്തിൻ്റെയും കാരണഭൂതൻ എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മഹത്തായ വിശ്വാസമാണ് നമ്മളെ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നതെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ കാണാത്ത കാര്യം നിശ്ചയമായിട്ടുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പെരുമ്പറ പോലെ മുഴങ്ങണം. ആ വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ അതിനുവേണ്ടി ജാഗരിക്കുന്ന ഒരു അതിശക്തമായ വിശ്വാസം ഉണ്ടെങ്കിലാണ് അത് വിജയം സുനിശ്ചിതമായിട്ട് നമുക്ക് മാറുവാൻ കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ വിജയത്തിന് ആധാരം ഒരു ചെറുതായിട്ട് കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയേ. എന്ത് വിജയിക്കുന്നുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയേ. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരു നിസ്സാരപ്പെട്ട കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ തൊഴിലായിക്കോട്ടെ, വിജയിക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? വിജയിക്കാനായി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവിടെ നിങ്ങളെ ഒന്നാമതായി പ്രവർത്തിക്കുന്ന കാര്യമാണ് വിശ്വാസം. വിശ്വാസം എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ
അത് സംഭവിക്കുമെന്ന് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുക. ഞാൻ ഈ പരീക്ഷയിൽ വിജയിക്കും, ഞാൻ തോൽക്കുകയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ പരിപൂർണ്ണ വിശ്വസിക്കുക, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഞാൻ പൂർണ്ണമായി അതിനെ വിശ്വസിക്കുന്നു, അത് സാധ്യമായി തീരും എന്നങ്ങ് വിശ്വസിക്കുക. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണെന്ന് കാണുവാൻ സാധിക്കും. നാം അതിനെ പരിപൂർണമായി വിശ്വസിക്കുക. നിങ്ങൾ അതിനെ ഒരിക്കൽ പോലും അതിനെ ഒരു സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. സംശയിക്കാതെ പരിപൂർണമായി വിശ്വസിക്കുക. അങ്ങനെ നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് വിജയം സുനിശ്ചിതമായി തീരുന്നതെന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് 2 ദിനവൃത്താന്തത്തിൽ 20 നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്രകാരമാണ്. യഹോശാഫാത്ത് രാജാവ് പറയുന്നത്, പ്രവാചകന്മാരായിട്ടുള്ള ഞങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. യഹോശാഫാത്ത് രാജാവ് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമെന്നോണം അദ്ദേഹം ഒരു യുദ്ധത്തിന് ഏർപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്രകാരം യുദ്ധത്തിലേക്ക് ഇടപെടുന്ന അല്ലെങ്കിൽ ഇറങ്ങുന്ന ആ രാജാവ് തൻ്റെ പടയാളികളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വിജയം സുനിശ്ചിതമായി തീരുമെന്നൊക്കെ പറയുന്നു. നാം എന്ത് കാര്യത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് വിജയം സുനിശ്ചിതമായി തീരും. ഒരിക്കലും സംശയിക്കാതെ നമുക്ക് ആ കാര്യം തീർക്കുവാൻ തക്കുന്നുള്ള പരിപൂർണമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് കാണുവാൻ തക്കൊണ്ടും സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു പ്രതിരോധ കോട്ടയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്താണ്? ഒരു പ്രതിരോധത്തിൻ്റെ കോട്ട. എന്താണ് പ്രതിരോധ കോട്ട എന്ന് പറയുമ്പോൾ, എഫെസ്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നതൊക്കെ സാധിക്കുന്നത്, വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസം എന്ന പരിച. അപ്പോൾ വിശ്വാസം വിജയത്തിന് ആധാരമായിരിക്കുന്നത് പോലെ തന്നെ മറ്റൊരു വിഷയമാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതിരോധമാണ്. എന്താണ് പ്രതിരോധം? നമ്മുടെ നിത്യജീവിതത്തിൽ നാം നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായി മാറുന്നു. നമ്മൾ ഓരോരുത്തരും വിവിധങ്ങളായ ആക്രമണം. എന്താണ് വിവിധങ്ങളായ ആക്രമണം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ അനേകവിധമായിട്ടുള്ള പ്രതിരോധങ്ങൾക്ക് അല്ലെങ്കിൽ അനേകമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയായി തീരാറുണ്ട്. എന്താണ് ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനസികമായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനേകമായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ കളിയാക്കലുകൾ, നമ്മെ പരിഹസിക്കുക, നമ്മെ നിന്ദിക്കുക, നമ്മെ മോശക്കാരായി മറ്റുള്ളവരിൽ ചിത്രീകരിക്കുക, നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നാം പറഞ്ഞുവെന്ന് പറയുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് പറയുക, അല്ലെങ്കിൽ നാം പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുക, നമുക്ക് ഭക്ഷണം തരാതിരിക്കുക, നമുക്ക് ആഹാരം അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഇരിക്കുക, നമ്മളെ ആരെങ്കിലും ദുഷിക്കുക, നമുക്ക് അവകാശങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെ അവർ തടഞ്ഞു വെക്കുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് ദിനം പ്രതി. അപ്പോൾ അവിടെയൊക്കെയും നമ്മൾ വിജയിക്കുന്നതൊക്കെ കൊണ്ടുള്ള കാരണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? വിശ്വാസമാണ്. എന്നെ ഒരാൾ പരിഹസിച്ചാലും, അപ്പോൾ നാം പരിഹസിക്കുമ്പോൾ നിരാശപ്പെടാതെ നാം ഹൃദയംഗമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ ആര് പരിഹസിച്ചോട്ടെ, എനിക്കതിന് കാര്യമില്ല, കാരണം ഞാൻ നേടാനുള്ള കാര്യം ഞാൻ നേടിയെടുക്കും എന്നുള്ള വിശ്വാസം. ഞാൻ പറയാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കത് വിഷയമുള്ള കാര്യമല്ല, ഞാൻ എന്ത് ചെയ്യും? അത് നേടിയെടുക്കും. എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യും. അതുകൊണ്ട് എന്നെ ഒരാൾ പരിഹസിച്ചാലും, എന്നെ ഒരാൾ കളിയാക്കി ചിരിച്ചാലും, എൻ്റെ സ്വഭാവത്തെ ഒരാൾ കുറ്റം പറഞ്ഞാലും എനിക്കൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഞാൻ അത് വിശ്വസിക്കുന്നു, ഞാൻ ആ കാര്യം വിശ്വസിക്കുന്നു, ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, ഞാൻ നേടിയെടുക്കും. പ്രിയ മക്കളെ, അങ്ങനെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിക്ക് സംബന്ധിച്ച്
ആ വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രതിരോധമാണെന്ന് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നാം ആരെങ്കിലും കളിയാക്കുമ്പോൾ നിരാശപ്പെട്ടു പോകുന്നത്, ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നാം നിരാശപ്പെട്ടു പോകുന്നത്, ആരെയും നമ്മളെ കളിയാക്കുമ്പോൾ, ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, ആരെങ്കിലും നമ്മൾ നിന്ദിക്കുമ്പോൾ, നമുക്ക് തരാതിരിക്കുമ്പോൾ, നമ്മളെക്കൊണ്ട് കളവായി പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കള്ളത്തരമാണെന്ന് പറയുമ്പോൾ, എന്ത് വിഷയങ്ങൾ വന്നാലും നാം വിശ്വാസത്തോടു കൂടി നിലനിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതൊരു വിശ്വാസം എന്ന് പറയുന്ന പ്രതിരോധം തീർക്കുവാൻ തക്കൊണ്ട് വിശ്വാസം നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. മൂന്നാമതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നത് എബ്രായർക്ക് ലേഖനത്തിൽ അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, അല്ലെങ്കിൽ ആ ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം ആരായിരിക്കണം? ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കണം. ഇന്ന് ലോകത്തിൽ പല ആളുകളും ചിന്തിക്കുന്ന മറ്റൊരു വിഷയമാണ്, ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നിരീശ്വരവാദം, യുക്തിവാദം എന്ന് പറയുന്ന വിഷയത്തിലാണ് ആയിരിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഒരു ദൈവഭക്തനെന്ന നിലയിൽ നാം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. ദൈവമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവ്, ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മെനഞ്ഞവൻ, ദൈവമാണ് നമ്മെ മെനഞ്ഞിരിക്കുന്നത്, ദൈവമാണ് സകലത്തിൻ്റെയും കാരണഭൂതൻ, ദൈവമാണ് സകലവുമെന്ന് വിശ്വസിക്കുന്നതാ ആ ഒരു വിശ്വാസം. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തിയുടെ മാർഗമെന്ന് കാണുവാൻ സാധിക്കും. അപ്രകാരം ഒരു ഭക്തിയുടെ മാർഗത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദൈവമുണ്ട് എന്നുള്ള വിശ്വസിക്കണം. സംഗീതക്കാരൻ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആരാണ്? മൂഢനാണെന്ന് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. നാം മൂഢന്മാരാണോ അതോ ബുദ്ധിമാന്മാരാണോ? ദൈവത്തെ വിശ്വസിക്കുക എന്നതാണ് ഒരു ബുദ്ധിമാൻ്റെ ലക്ഷണം. ഒരുപക്ഷെ നമുക്കൊന്നുമില്ലെങ്കിൽ പോലും, ഒരു കഴിവുകളും ഇല്ലെങ്കിൽ പോലും, നമുക്ക് ഒരൊറ്റ കഴിവ് നമുക്കുണ്ട്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, സർവകൃപാലുവായ സർവപ്രപഞ്ചത്തിൻ്റെയും ഉടയവനും പരിപാലകനുമായ ദൈവത്തിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ ക്വാളിറ്റി. ആ ദൈവത്തിലുള്ള വിശ്വാസം നാം മറ്റൊന്നിനുമല്ല, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ സമ്പാദ്യത്തിലല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലല്ല, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൽ വിശ്വസിക്കുക. ഇനി ഒന്നിനുമല്ല, ദൈവത്തിൽ നാം പരിപൂർണമായി വിശ്വസിക്കുക. അതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ള വിശ്വാസം. അപ്പം ഒരു ഭക്തിയുടെ മാർഗമെന്ന് പറയുന്നത് ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക എന്നതാണ്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, വിശ്വാസമെന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും കടമയാണെന്ന് കാണുവാൻ സാധിക്കും. ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ വിശ്വസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ വ്യക്തികളും ദൈവവിശ്വാസികളായി മാറും, ദൈവത്തിൽ വിശ്വസിക്കണം. അല്ലെങ്കിൽ ലോകത്തിലായിരിക്കുന്ന എല്ലാവരും ആളുകളും അവരുടെ മനസ്സിൽ ഒന്നിനെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാതെ ഒരു വ്യക്തികൾക്കും ജീവിക്കാൻ തൊക്കെ സാധിക്കില്ല. മൃഗങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്നെൻ്റെ ഇരയെ എനിക്ക് കിട്ടും അന്ന് അവർ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു സിംഹം ഒരു മാൻപേടയെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സിംഹത്തിൻ്റെ വിശ്വാസം എന്താണ്? സിംഹം ഇന്ന് ഞാൻ അതിനെ പിടിക്കും എന്നൊരു വിശ്വാസം സിംഹത്തിനുണ്ട്. ആ വിശ്വാസം സിംഹത്തിനുള്ളത് കൊണ്ടാണ് അതിൻ്റെ പുറകെ അതിന് ഓടുന്നത്. അല്ലെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ അതിൻ്റെ പുറകെ ഓടേണ്ട കാര്യമില്ല, കാരണം എനിക്കത് കിട്ടുമല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഓടുന്നതെന്ന് ചിന്തിക്കും. ആ വിശ്വാസം അതിൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് സിംഹം അതിൻ്റെ പുറകെ ഓടുന്നത്. ഓരോ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അവരുടെ കടമ, അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൻ്റെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് അവർ ഈ ലോകത്ത് തന്നെ ആയിരിക്കും, വിശ്വാസത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഈ പ്രപഞ്ചത്തിൻ്റെ കടമ തന്നെ വിശ്വാസമാണെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. കാരണം എന്താണ്? ലോകത്തിൽ എല്ലാവർക്കും ആ വിശ്വാസമുണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും അപ്രകാരം വിശ്വാസത്തിൽ ആകാൻ വേണ്ടിയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം
അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെന്നെ വിശ്വസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് കർത്താവ് പറയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ദൈവവിശ്വാസികളായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ദൈവവിശ്വാസികളായി മാറിയിട്ട് നാം അപ്രകാരം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. എപ്പോഴും ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന് പറയുന്നു. ദൈവത്തിന് വിശ്വാസമുള്ളവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ അല്ലെങ്കിൽ ചിന്ത അവസാനിപ്പിക്കുവാനുള്ള സമയമായിരിക്കുന്നു. 4 കാര്യങ്ങളാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വിജയം നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ലോകത്തിലെ ഏതൊരു വ്യക്തിയാണെങ്കിലും അവന് വിശ്വാസം അല്ലെങ്കിൽ വിജയം സാധ്യമായി തീരണമോ അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമെന്ന് കാണുവാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പോൾ വിജയത്തിന് അടിസ്ഥാനം വിശ്വാസം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആ കാര്യം എനിക്ക് സാധിച്ചു നൽകുമെന്നുള്ള പരിപൂർണമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ആ വിശ്വാസം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് പരാജയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത അല്ലെങ്കിൽ സഹോദരി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം വിജയത്തിന് അടിസ്ഥാനമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസം വിജയത്തിന് അടിസ്ഥാനമെന്ന് കാണുവാനൊക്കെ സാധിക്കും. രണ്ടാമതായിട്ട് വിശ്വാസം ഒരു പ്രതിരോധമാണ്. വിശ്വാസം എന്ന പ്രതിരോധമാണ്. അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടുമ്പോൾ പരിച കൊണ്ട് തടയുന്നത് പോലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും നിങ്ങളെ ഒന്നും ചെയ്യാൻ തകർക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ പലരും ഉപദ്രവിക്കുന്നത്. പലരും നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ താഴെ വീണ് പോകുന്നത്, നിങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുമ്പോൾ, മാനസികമായി നിങ്ങളെ തളർത്തുമ്പോൾ നിങ്ങൾ തളർന്നു പോകുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന് കാണാൻ സാധിക്കും. ആ വിശ്വാസം ഉണ്ടാകണമെന്ന് ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം വിശ്വാസമാർഗമായിരിക്കണം. വിശ്വാസമാർഗം അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എപ്പോഴും ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ലോകപ്രകാരമുള്ള കാര്യവും കൂടെ ചേർത്ത് വെച്ച് വേണമെങ്കിൽ പറയാം. ഒന്നാമത് വിജയത്തിന് ആധാരമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഒപ്പം തന്നെ വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രതിരോധമാണ്. മൂന്നാമതായി നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. നാലാമതായി നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുവാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുവാൻ വേണ്ടിയാണ് നമ്മെ ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ട്, അത് ദൈവമായിരിക്കണം. ഇന്ന് പലരും ആ ദൈവത്തിന് പകരം ഒരു മറ്റുള്ള തിങ്സിൽ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുവകകളിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാം വസ്തുവകകളിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ മറ്റൊന്നിനെ വിശ്വസിക്കാതെ നമ്മുടെ കഴിവിനെ വിശ്വസിക്കാതെ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിക്കണമെന്ന് കാണുവാൻ സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വാസം 4 കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. വിശ്വാസം എന്താണ് വിശ്വാസം എന്ന് കാണാൻ സാധിക്കും. അപ്രകാരം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശ്വാസം ഞങ്ങൾക്ക് എന്താണ് നൽകി തരുന്നതെന്ന് ഞങ്ങൾക്കിന്ന് ചിന്തിപ്പാൻ കൊണ്ട് ഞങ്ങൾ സാധിച്ചു. കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. മാനവമുഖത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ.